ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനും റയാനും ഇന്ന് റയാൻ്റെ സ്കൂളിൽ പോവാണ് കേട്ടോ. ഇന്ന് അവിടെ ഒരു പൂജയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ഷരാഭ്യാസ പൂജ എന്നാണ് പറഞ്ഞത്. സോ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് സ്കൂളിലേക്ക് പോവാണ്. ഇപ്പോൾ 10 മണിക്കാണ് കേട്ടോ അവിടെ എത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനും റയാനും കൂടെ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് ഞാനും റയാനും കൂടി ഇങ്ങനെ നടന്നിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും ഇതുപോലെ നടന്നിട്ടാണ് കേട്ടോ അവനെ സ്കൂളിൽ കൊണ്ടുവിടാറ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞ് നടക്കും. പിന്നെ എന്തെങ്കിലും കാഴ്ചകളുണ്ടാവും, പശുക്കളും എരുമകളും ട്രാക്ടർ പോലത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കണ്ടിട്ടാണ് സ്കൂളിൽ പോകാറ്. അപ്പോൾ ഈ കാണുന്നത് ഒരു കല്യാണ മണ്ഡപമാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കല്യാണ മണ്ഡപമാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്കൂൾ വരുന്നത്. സ്കൂളിൻ്റെ പേര് വരുന്നത് വിദ്യാസ്ഫൂർത്തി ഇൻ്റർനാഷണൽ അക്കാഡമി എന്നാണ്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ റയാൻ്റെ സ്കൂള്. അങ്ങനെ നമ്മളിത് നടന്നിട്ട് സ്കൂളിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്കൂളിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ 10 മണിയാകുമ്പോഴേക്കാണ് കേട്ടോ അവിടെ എത്തിയത്. 9:45 കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ, അധികം ദൂരമൊന്നും ഇല്ലയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് കഥകളൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ പെട്ടെന്ന് എത്തി. അപ്പോൾ സ്കൂളിൽ അവിടെ അസംബ്ലി നടക്കുന്നുണ്ടായിരുന്നു. 10 മണിക്കാണ് കേട്ടോ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 മണിക്കാണ് എവിടെയും പൂജ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 മണിയാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മളിങ്ങനെ 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്തി. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാനും റയാനും കൂടി അവർ എല്ലാവരും ചെയ്യുന്ന പോലെ അവിടെ പോയിരുന്നു. എന്നിട്ടിങ്ങനെ ഒരു പൂജാരി അവിടെ നിന്ന് പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സരസ്വതി ദേവിയുടെ പൂജയാണ്, അതുപോലെ തന്നെ ഗണപതിയുടെയൊക്കെ പൂജയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പൂജാ സാധനങ്ങൾ. ഇതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അക്ഷരാഭ്യാസ പൂജ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. നമ്മൾ സാധാരണ കുട്ടികളെ എഴുത്തിനിരുത്താറില്ലേ, അതായത് നമ്മൾ അരിയിൽ എഴുതിക്കാറില്ലേ, അതുപോലത്തെ ഒരു പൂജയാണ് കേട്ടോ ഇത്. കുട്ടികളെ അരിയിൽ എഴുതിക്കുന്നതിന് മുമ്പേ ഉള്ള കുറച്ച് പൂജകളാണ്. ഈ പൂജ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തന്നെ അവർ അരിയിൽ എഴുതിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പൂജകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി റയാന 3 വയസ്സിൽ അരിയിൽ എഴുതിച്ചതാണ്. ഇതിപ്പോൾ സ്കൂളിൽ ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ അവിടെ സരസ്വതി പൂജയും അതുപോലെ തന്നെ ഗണപതി പൂജയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തീർത്ഥമൊക്കെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് ഓരോരോ ആൾക്കാർ ഇങ്ങനെ തീർത്ഥം തളിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പൂവൊക്കെ അവിടുത്തെ പൂജക്കായിട്ട് നമ്മുടെ തളികയിൽ കൊണ്ടുവന്നിട്ടുള്ള പൂവൊക്കെ അങ്ങോട്ടേക്ക് കുറച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ കളക്ട് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് അവിടുന്ന് ഒരു മഞ്ഞ ചരട് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. അതിൽ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള ജമന്തി പൂ എടുത്തിട്ട് ആ ചരടിൽ കെട്ടിയിട്ട് നമ്മുടെ കയ്യിൽ കെട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കുഞ്ഞിൻ്റെ കയ്യിലും കെട്ടി കൊടുക്കണം, പാരൻസിൻ്റെ കയ്യിലും കെട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതുപോലെ ഒരു മഞ്ഞ ചരടിൽ ജമന്തി പൂ കെട്ടിയിട്ട് റയാൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു. ഇതുപോലെ നമ്മൾ രാഖി കെട്ടുന്ന പോലെ കെട്ടിക്കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കെട്ടിക്കൊടുത്തു. അതിനുശേഷം അരിയിൽ എഴുതിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന തട്ടിൽ അച്ഛൻ്റെ മടിയിൽ കുഞ്ഞിനെ എടുത്തിട്ട് അമ്മ കയ്യിൽ തട്ട് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ಆ മഞ്ഞളിൻ്റെ പീസ് വെച്ചിട്ടാണ് എഴുതിക്കുന്നത്. ತಾಯಿ ಸೊಂಪಾಗಿ ಪಕ್ಕಕ್ಕೆ ಬನ್ನಿ. ತಾಯಿ ತಟ್ಟೆ ಹಿಡ್ಕೊಳ್ತಾರೆ. ಅದಾದ ನಂತರದಲ್ಲಿ അപ്പോൾ ഇത് അവർ പറയുന്ന പോലെയൊക്കെ എനിക്ക് അറിയാവുന്ന അക്ഷരങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓം എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ പൂ വെച്ച് അത് ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതുപോലെ ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ എൻ്റെ സമാധാനത്തിൽ ഞാൻ അതിലേക്ക് ഹരിശ്രീ ഗണപതായ നമഃ എന്നാണ് കൂടി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി എഴുന്നേറ്റിട്ട് അവിടെ ദേവീനെ തൊഴാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പൂജ കഴിഞ്ഞു ഏകദേശം 2 മണിക്കൂറോളമായിട്ട് നമ്മളവിടെ ഇരിക്കുന്ന. ആ 2 മണിക്കൂറത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഒരു 5 മിനിറ്റിൽ 5 മിനിറ്റ് പോലും ഇല്ല, 4 മിനിറ്റിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം കുറേ സമയം എടുത്ത് ചെയ്ത പൂജയാണ്. അതിനുശേഷം നമ്മളെല്ലാവരും എഴുന്നേറ്റിട്ട് നമ്മൾ കൊണ്ടുവന്ന അരിയും അതുപോലെ തന്നെ ശർക്കര, വെല്ലവും കൊപ്പരയൊക്കെ അവിടെ കൊടുത്തിട്ട് ദൈവത്തിനെ തൊഴുതിട്ട് പ്രസാദം മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് അവിടെ നിന്ന് കിട്ടിയ പ്രസാദം. നമ്മുടെ കേസരിയും അതുപോലെ തന്നെ പഴവുമാണ് അവർ തന്നിട്ടുണ്ടായിരുന്ന പ്രസാദം. അപ്പോൾ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലത്തെ ഒരു പൂജയിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ ഞാനും റയാനും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്